ഞാൻ നിങ്ങൾക്കറിയോ സഹോദരന്മാരെ, മുജാഹിദുകൾ മുസ്ലിമീങ്ങളെ കാഫിറും മുശ്രിക്കുമാക്കുന്നു എന്ന് ഞാൻ വെറുതെ പറയല്ലോ. കാഫിറാക്കണമെങ്കിൽ പണ്ടൊക്കെ മുജാഹിദുകൾക്ക് നിങ്ങൾക്കറിയോ മമ്പുറത്ത് പോവുക, ജാറത്തൊക്കെ പോവുക, കുത്തുബിയത്തി അല്ല. ഇപ്പൊ അതൊന്നും വേണ്ട. ഇപ്പൊ മുജാഹിദ് ലേറ്റസ്റ്റ് പറഞ്ഞത് എന്താണെന്നറിയോ? തല മൊട്ടയടിച്ചാൽ ആള് കാഫിറാകുന്നാണ്. മഴ തല മുണ്ടനം ചെയ്താൽ ആള് കാഫിറാകും. അത് കുഫിരിയത്താണ്. അത് ജൂത നസാറാക്കലുടെ സ്വഭാവമാണ്, അഹ്ലു കിതാബികളുടെ സ്വഭാവമാണ്. ഞാൻ പറയല്ല, മുജാഹിദ് നേതാവ് തന്നെ പറയുന്നേ, നിങ്ങൾ കേട്ടോളൂ. KV അബ്ദുൽ ലത്തീഫ് തല മൊട്ടടിക്കൽ കുഫിരിയത്താ, അത് അഹ്ലു കിതാബിയുടെ സ്വഭാവമാണ് നബി പറഞ്ഞത്. അപ്പൊ ഒരു മൊട്ടയുടെ പ്രത്യക്ഷപ്പെട്ടു, നിങ്ങൾ ശ്രദ്ധിച്ചോ? അതാരാ? മുജാഹിദ് ബാലുശ്ശേരിയാണ്. നമ്മളെ നേരത്തെ പറഞ്ഞ കാഫിറാക്കുന്നതിൽ അതിവിദഗ്ധനായ മുജാഹിദ് ബാലുശ്ശേരിയാണ്. മൂപ്പര് നാട്ടിൽ നിന്നാണ് പോയാല് ഗൾഫിലെത്തിയാ പിന്നെ കണ്ട തല മൊട്ടയടിച്ച് വരണ്ടി വളരെ ക്ലിയർ ആക്കി നല്ല സൂപ്പിക്കുട്ടിയായിട്ട് ഒരു തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ? മൂപ്പര ആ താടികള് നിലത്തേക്ക് ചാടാനാ മതിയായിരുന്നു, ഒരു ബന്ധമില്ലാത്തതുകൊണ്ട്. അത്രക്ക് തല ചെറ്റി മിനുക്കി ക്ലിയർ ആക്കിയിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ആള് കാഫിറാന്നാ മറ്റേ ആള് പറഞ്ഞത്. ഞാൻ പറയല്ല, പറയട്ടെ. തല മൊട്ടടിക്കൽ കുഫിരിയത്താ, അത് അഹ്ലു കിതാബിയുടെ സ്വഭാവമാണ് നബി പറഞ്ഞത്. കണ്ടോ? ഇനി വേറെ രണ്ട് മുട്ടകൾ. ഇതാരാണ്? മുജാഹിദിന്റെ സംസ്ഥാന നേതാക്കൾ PK മൂസ മൗലവി പുളിക്കൽ, ഖുർആൻ പരിഭാഷകനായ മുഹമ്മദ് അമാനി മൗലവി. രണ്ട് മൗലവിമാരും തമ്മിൽ വയസ്സുകാലത്ത് സയാമി സിഗരറ്റുകൾ ഒട്ടിയതുപോലെ കൂട്ടിമുട്ടിയ രംഗാണ് നമ്മൾ കാണുന്നത്. പക്ഷെ സംഗതി എന്ത് പറഞ്ഞിട്ട് എന്താ, ആള് കാഫിറാന്നാണ് മറ്റേ നേതാവ് പറഞ്ഞത്. വെച്ചുകൊടുക്കേ. തല മൊട്ടടിക്കൽ കുഫിരിയത്താ, കണ്ടോ? അത് അഹ്ലു കിതാബിയുടെ സ്വഭാവമാണ് നബി പറഞ്ഞത്. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം. പറയുന്നതൊന്ന് വേറെ, തനി വൈരുദ്ധ്യം വിളമ്പുള്ളവര്. ഇവരുടെ പ്രത്യേകതയാണ്. സഹോദരന്മാരെ, എല്ലാം കൂടി പറയാൻ സമയമില്ല. സുന്നികളായ നമ്മെ കാഫിറും മുശ്രിക്കുമാക്കി എവിടെ എത്തിയെന്നറിയോ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവ് ബാലുശ്ശേരി പറയുന്ന ഒരു ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കുന്നു. അതിലെന്താ പറയുന്നത്? സുന്നികളായ നമ്മൾ ചെയ്യുന്ന കർമാണ് കുനൂത്തും കൂട്ടപ്രാർത്ഥനയും. ഈ കൂട്ടപ്രാർത്ഥനയും കുനൂത്തും ചെയ്താൽ മുജാഹിദ് പറയാ, ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണത്. വ്യഭിചാരത്തെക്കാളും ഇഷ്ടപ്പെട്ട കാര്യമാണ് കുനൂത്തും കൂട്ടുപ്രാർത്ഥനയും പിശാചിനെ. അതായത് അതിന്റെ അർത്ഥം, കൂട്ടുപ്രാർത്ഥന ചെയ്യുന്നതിലേറെ കുനൂത്ത് ചെയ്യുന്നതിലേറെ നല്ലത് എന്താണ്? വ്യഭിചരിക്കലാണ്. മുജാഹിദിന്റെ നേതാവ് ഈ സമൂഹത്തെ പഠിപ്പിക്കുക. നിങ്ങൾ ചിന്തിക്കണം. അല്ലെങ്കിൽ വ്യഭിചാരത്തെക്കാളും കടുപ്പാണ് ഏത്? കൂട്ടുപ്രാർത്ഥന. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അയാൾ പറയട്ടെ, വെച്ചു കൊടുക്ക്. ബാലുശ്ശേരി പറയുന്നു, ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും തൂക്കത്തിലും കൃത്രിമ പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്. അത് കേട്ടങ്ങൾ, സുബഹിക്ക് ശേഷമുള്ള കുനൂത്ത്. എന്താ ഈ കുനൂത്ത്? എപ്പോഴാ ഓതലെന്ന് വരെ ഈ മൊയന്തിനെ അറിയില്ല. അങ്ങനെ ചിന്തിച്ചു നോക്ക്. എന്താ ഞാൻ ഇയാളെ പറ്റി പറയണത്? സുബഹിക്ക് ശേഷമുള്ള കുനൂത്താത്ര. ഇതാ മുജാഹിദിന്റെ വിവരം. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. ഇയാൾക്ക് ഇത് എപ്പോഴാ ഓതേണ്ടത് എന്ന് വരെ അറിയുന്നില്ല. പറയട്ടെ. നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്. നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്. ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്. ഇത് പിന്നെ വലിയ പാതകമാണ്. ഏത്? ഈ കൂട്ടുപ്രാർത്ഥന നടത്തുന്നത്, കുനൂത്ത് ഓതുന്നത്. അതേക്കും നല്ലത് വ്യഭിചരിക്കലാണ് എന്നാണ് ഇപ്പൊ ഇവരുടെ ഭാഷ്യം. ഇവർ എവിടേക്കാണ് ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നത്? നിങ്ങൾ ചിന്തിക്കണം. സഹോദരന്മാരെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മൗലവി മൈക്ക് കെട്ടി വിളിച്ചു പറയുകയാണിത്. എവിടെ എത്തി ഇവർ?